Hello friends, welcome to Techtronics Vlogs. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഗ്രാസ് കട്ടർ ആണ്. So, without wasting any time, let's get it started. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു PVC പൈപ്പാണ് വേണ്ടത്, ഒരു DC മോട്ടർ, ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ്, 2 പെൻ നൈഫ്, ഒരു സ്ട്രിപ്പ് വയർ കണക്ടർ, ഒരു 12 വോൾട്ട് DC അഡാപ്റ്റർ, ഒരു ബാറ്ററി അഡാപ്റ്റർ, കുറച്ച് വയറും. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമ്മൾ ഗ്രാസ് കട്ടർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗ്രാസ് കട്ടർ ബ്ലേഡിന് വേണ്ടി ഞാൻ ഇവിടെ പെൻ നൈഫിൻ്റെ ബ്ലേഡാണ് എടുക്കുന്നത്. ഇത് നമുക്ക് നേരെ ബോട്ടിലിൻ്റെ ക്യാപ്പിലൊന്ന് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ബ്ലേഡ്സ് എല്ലാം ഈ ക്യാപ്പിൽ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ ഈ ഷാർപ്പായിട്ടുള്ള എഡ്ജസ് ഓപ്പോസിറ്റ് സൈഡായിട്ട് അലൈൻ ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു സ്ക്രൂ ഇടാൻ പറ്റിയതായിട്ടുള്ള ഹോൾ സെറ്റാക്കി കൊടുക്കാം. എന്നിട്ട് ഈ സ്ക്രൂ നമുക്ക് ഹോളിൽ പ്ലേസ് ചെയ്ത് ബാക്കിലൊരു നട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തേക്കാം. നമ്മൾ ഈ ഗ്രാസ് കട്ടറിന് വേണ്ടി ഉപയോഗിക്കുന്നത് RS775 എന്ന മോട്ടറാണ്. ഇത് സാധാരണ DC മോട്ടറും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയും സൈസ് വ്യത്യാസം കാണും. ഈ മോട്ടറാണ് നമ്മൾ PVC പൈപ്പിൽ ഫിറ്റ് ആക്കുന്നത്. അപ്പോൾ നമ്മൾ ഫിറ്റ് ആക്കുന്ന മുമ്പ് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ വയർ സെറ്റാക്കി കൊടുത്തേക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് സ്ട്രിപ്പ് വയർ കണക്ടർ. ഇതിൻ്റെ സ്ക്രൂ എല്ലാം നമുക്ക് ഒന്ന് ഊരിയെടുത്തിട്ട് ഇതിൻ്റെ അകത്തുള്ള ആ മെറ്റൽ പ്ലേറ്റ് അങ്ങ് എടുത്തേക്കാം. ഈ മെറ്റൽ പീസ് നമുക്ക് ആ സ്ക്രൂവുമായിട്ടൊന്ന് ജോയിൻ ചെയ്തേക്കാം. ഈ മെറ്റൽ പീസാണ് നമ്മുടെ മോട്ടറും ബ്ലേഡുമായി ജോയിൻ്ററായിട്ട് വർക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ മോട്ടർ PVC പൈപ്പിലേക്ക് അറ്റാച്ച് ചെയ്യാം. ഇനി നമുക്ക് PVC പൈപ്പിലേക്ക് സ്വിച്ച് ഫിറ്റ് ആക്കണം. സോ ഇതിനു വേണ്ടി നമ്മൾ പൈപ്പിൽ ഒരു ഹോൾ ഇടുകയാണ്. ആൻഡ് ഇതിലൂടെയാണ് നമ്മൾ സ്വിച്ച് ഫിറ്റ് ആക്കാൻ പോകുന്നത്. ഇതൊരു 12 വോൾട്ട് ഫീമെയിൽ അഡാപ്റ്ററാണ്. ഇതിന് മണ്ടേ കാണുന്ന ഈ പിന്നാണ് ഇതിൻ്റെ പോസിറ്റീവ് പിൻ. ആൻഡ് സൈഡിലുള്ള ഈ പിന്നാണ് ഇതിൻ്റെ നെഗറ്റീവ് പിൻ. ഇത് നമ്മൾ പൈപ്പിൻ്റെ സ്റ്റോപ്പറിൻ്റെ അകത്ത് ഒരു ഹോൾ ഇട്ട് കയറ്റുകയാണ് ചെയ്യുന്നത്. ആൻഡ് പിന്നും ബാറ്ററിയും ഞാൻ സെയിം ലൈനിൽ തന്നെയാണ് മോട്ടറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പോസിറ്റീവും നെഗറ്റീവും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇതിന്റെ പോസിറ്റീവും നെഗറ്റീവും മാറുമ്പോൾ ഈ മോട്ടോർ കറങ്ങുന്ന ഡയറക്ഷൻ മാറുകയും ചെക്ക് ചെയ്യാൻ പോവാണ്. ഇത് 19 വോൾട്ട് 3.4 ആംപിയറിലുള്ള അഡാപ്റ്ററിലാണ് ഞാൻ ഇത് കുത്തിയിരിക്കുന്നത്. സോ നമുക്ക് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതലായിരുന്നു ഇതിന്റെ പെർഫോമൻസ്. ഇത് നമുക്ക് ഒരേ സമയം ബാറ്ററിയിലും കണക്ട് ചെയ്യാവുന്നതാണ്. ബട്ട് ബാറ്ററിയിൽ കണക്ട് ചെയ്യുമ്പോൾ അത്ര പെർഫോമൻസ് നമുക്ക് ലഭിക്കത്തില്ല. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ ആ ബെൽ ബട്ടൺ ഒന്ന്. ബൈ.